ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ജെ വ്ലോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പെറ്റ് ഗ്രൂമിങ് ഐറ്റംസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആണ് കേട്ടോ. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നെയിൽ ക്ലിപ്പ്. അവരുടെ നെയിലൊക്കെ പീരിയോഡിക്കലി കട്ട് ചെയ്തില്ലെങ്കിൽ നല്ല മാന്ത് കിട്ടി നമ്മുടെ മേത്തൊക്കെ സ്ക്രാച്ചസ് ആയിരിക്കും. സോ നോർമലി നമ്മൾ ഇവരുടെ സ്പാല് കൊണ്ടുപോയിട്ടാണ് ഗ്രൂമിങ് ചെയ്യാറ്. പക്ഷേ ഈ പറയുന്ന പോലെ നഖമൊക്കെ എപ്പോഴും കൊണ്ടുപോയി ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. സോ നമ്മൾ തന്നെ ഇതിൽ അവരുടെ നെയിൽ കട്ട് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ഈസ് ടീത്ത് കെയർ. നമ്മൾ പല്ല് തേക്കുന്ന പോലെ തന്നെ ഇവന്മാരെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പല്ല് തേപ്പിക്കണം. സോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പേസ്റ്റ്. പിന്നെ ഇവരുടെ ബ്രഷ് കോമഡിയാണ് കേട്ടോ. സി ക്യൂട്ടാണ്. ചെറിയ ഈ ബ്രഷ് ഉണ്ട്. പിന്നെ ഇവരുടെ അങ്ങ് നമ്മുടെ അണപ്പല്ലൊക്കെ തേപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം ഇത് വെച്ചിട്ട് അങ്ങനെ തേച്ച് ബ്രഷ് ചെയ്യണം. ഓക്കെ, ഇത് പിന്നെ അവരുടെ നോർമൽ മുടി ചെയ്യുന്ന ബ്രഷ്. ഇത് ചെറിയ ബ്രസിൽസ് ആണ്, പക്ഷെ എന്നാലും നല്ല രീതിക്ക് അവരുടെ ഫറൊക്കെ വരും. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇത് കണ്ടോ, ഇങ്ങനെ ഞെക്കിയിട്ടുണ്ടെങ്കിൽ മുടികൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു 3-4 മാസമായിട്ടുള്ളൂ. ഇതിന് മുന്നേ യൂസ് ചെയ്ത ബ്രഷ് ഞാൻ കാണിച്ചു തരാം. പപ്പടപ്പരുവായ ബ്രഷ് കണ്ട യൂസ് ചെയ്തത് ഇവന്മാർ കടിച്ച് അതൊരു പരുവായി. ഇത് നല്ലൊരു ബ്രഷായിരുന്നു കേട്ടോ. സോ ഇവിടെ കൊണ്ട് നമുക്ക് അവരുടെ മേത്തും ബ്രഷ് ചെയ്യാം. പിന്നെ സറൗണ്ടിങ്സിൽ എന്തെങ്കിലും മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ബ്രഷ് ചെയ്ത് കളയാം. ഇത് കളയാൻ വേണ്ടി വെച്ചത് എന്നാലും ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. നെക്സ്റ്റ് പിന്നെ ഈ ഒരു ബ്രഷും ഉണ്ട്. പിന്നെ ഉള്ളതാണ് മെയിനായിട്ട് ഈ ബ്രഷ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ഏരിയ ഒക്കെ ഇല്ലേ, കഴിക്കണ ഈ താടി ഏരിയ, ഇവിടെ നിന്നൊക്കെ നല്ല അഴുക്കും നല്ല എന്താ പറയുക, അവർക്ക് ഇവിടെ ഒന്നും അവർക്ക് നക്കാൻ പറ്റില്ല. സോ നമുക്കിത് നന്നായിട്ട് ചീകിയെടുക്കാം. പിന്നെ ഈ സൈഡ്, ചെവിയുടെ ബാക്ക്, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രഷ്. ഇത് നല്ലൊരു ബ്രഷ് കേട്ടോ. പിന്നെയുള്ളത് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് ഉള്ളൊരു സ്പ്രേ ആണ്, ബോഡി സ്പ്രേ ആണ്. ഇത് അവർ നക്കിന്ന് വെച്ചിട്ട് വയറ്റിപ്പോയിന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ബയോലിൻ്റെ തന്നെ ലവ് ലെറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സ്പ്രേ. നല്ല സ്മെല്ലാണ് കേട്ടോ. ലൈക്ക് ഒരു 3 to 4 days വരെ ഇത് ലാസ്റ്റ് ചെയ്യും. പിന്നെ പരിചയപ്പെടുത്താനുള്ളത് ഇവരുടെ ലീഷാണ്. പണ്ടത്തെ ലീഷ് കാണിച്ചു തരാം. ഇത് പോയി ആകെ പൊട്ടാറായി. ഇതാണ് ലീഷ്. ഇത് ഒരെണ്ണം കഴുത്തിലും ഒരെണ്ണം ഇവരുടെ ഈ ഒരു ഏരിയയിൽ വരും, 2 കൈ കഴിഞ്ഞിട്ടുള്ള സൈഡിൽ. സോ ഇങ്ങനെ 2 ഹാർനസ് വരും, അതിൻ്റെ ഒപ്പം ഒരു ലീഷ്. ഇവിടെ നമുക്ക് പിടിക്കാം. ഇത് ലീഷ് മാത്രമാണെങ്കിൽ ലീഷ് നമുക്ക് സെപ്പറേറ്റും ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ പുതിയ 2 ലീഷും ഹാർനസും വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി സാധനമാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 ബെൽറ്റ് ഇങ്ങനെ പോകും. ഇങ്ങനെ പോയിട്ട് ബാക്കിൽ ഇങ്ങനെ വലിക്കും. സോ കഴുത്തിൽ ഒരു പിടുത്തമൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് കൈകളിലായിരിക്കും അവരുടേത്. അപ്പം നമുക്ക് പിടിച്ച് വലിക്കുകയാണെങ്കിൽ അവരുടെ 2 കൈയേ പൊങ്ങത്തുള്ളൂ, കഴുത്തിലേക്ക് വലിയ വരില്ല. നല്ലൊരു ഇതാണ്. ആക്ച്വലി ഇത് ഡോഗ്സിനും പറ്റും കേട്ടോ. മീഡിയം സൈസ് ഡോഗ്സിനൊക്കെ പറ്റും, അല്ല ലാർജ് ഡോഗ്സിനും പറ്റും. ബിക്കോസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇത് നമ്മളുടെ സൈസിന്, ഇവിടുത്തെ പൂച്ചകളുടെ സൈസിനാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണേ. സോ ഇത് പട്ടികൾക്കും പറ്റും. ഇത് നല്ലതാണ്. അത് നീണ്ട ലീഷുമാണ്. ഇവിടെ സെയിം തന്നെ, ഇത് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനും മറ്റേൻ്റെ പോലെ തന്നെ നമുക്കിങ്ങനെ ഊരിയാൽ ലീഷും ഹാർനസും സെപ്പറേറ്റ് ആയി. അപ്പം ഇത്ര ഐറ്റംസാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.